ഞങ്ങളുടെ ഒരു തിങ്കളാഴ്ച ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്കളാഴ്ചയായിട്ട് കോളേജിലൊന്നും പോകാണ്ട് ഇത് എങ്ങോട്ടേക്കായി പോക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബാ പറഞ്ഞുതരാം. എന്തെന്നായാലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു പോക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അതിൻ്റെ റിയാക്ഷനാണ് നിങ്ങൾ സെൻസിയുടെ മുഖത്തേക്ക് കാണുന്നത്. നമ്മളിന്ന് കോഴിക്കോട് പോവാം. കോഴിക്കോട് നമ്മളെ കൂടെ ഉള്ളത് സെൻസൈ, നിതീഷേട്ടൻ, ഡ്രൈവർ അല്ലേ. റൈഡറിനെ ബൈക്ക് ഓടിക്കുന്ന ആളെ റൈഡർ എന്ന് പറയാം. കാർ ഓടിക്കുന്ന ആളാ റൈഡർ അല്ല, ഡ്രൈവർ. വണ്ടി ഓടിക്കുന്ന എല്ലാവരും ഡ്രൈവറില്ല. ബൈക്ക് ഓടിക്കുന്ന ആളാ റൈഡർ, കാർ ഓടിക്കുന്ന ആളാ ഡ്രൈവർ, ബസ് ഓടിക്കുന്ന ആളാ ഡ്രൈവർ, ബസ് ഓടിക്കുന്ന ഡ്രൈവർ. നിതീഷേട്ടൻ പറയാ ട്രോള് കിട്ടാനല്ല നമ്മള് പറയുന്നുണ്ട്. അത് ഉറപ്പാണ്. ട്രോള് കിട്ടിയ നമ്മള് ആരായി ഫേമസ്, വൈറലായി. യെസ്, ഇപ്പൊ നമ്മള് വടകരെത്താനായി. ഇത് മഴക്കാലാണ് ഗൈസ്, എന്നിട്ട് മഴയില്ല. നമുക്ക് തപസ്സിരുന്ന മഴ പെയ്യിപ്പിക്കാം. തപസ്സിരിക്കും. ഈ റോഡ് മോശമാണ് ഗൈസ്. നമുക്ക് പടക്കും, നിങ്ങൾ സഹകരിക്കണം. പടക്കും ജർക്കിങ് ഉണ്ടാവും ഗൈസ്. ഇങ്ങനെ വെച്ചിരുന്ന് ക്യാമറ ചെയ്യില്ല, അപ്പൊ നമുക്ക് ഇങ്ങനെ തിരിക്കാം. കണ്ടോ എന്തെല്ലോ കളിക്കുന്നുണ്ട്. ഈ വ്ളോഗ് കോമഡി ആയിരിക്കും കേട്ടുക. കോമഡി ആയിരിക്കും, ചിരിക്കാനുണ്ട്. അവർക്ക് ഉറപ്പാ ഞാനല്ലേ എടുക്കുന്നത്. ഞങ്ങളുടെ പുതിയ റെയിൽവേ സ്റ്റേഷൻ പരിസരം അതിനൂതനമായ സാങ്കേതിക വിദ്യകളോട് നല്ല ഭംഗിയിൽ ചെയ്തു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനും പരിസരവും കുറച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് വളരെ യാദൃശികമായി ആ വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ആരാണെന്നില്ലേ, നമ്മുടെ സ്വന്തം സ്വാതേച്ചി. വെരി അൺഎക്സ്പെക്ടഡ്ലി കോയിൻസിഡൻസ് നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു. ഹായ് പറയൂ. ഇതാണ് നമ്മൾ വന്ന കാർ. ഇതാണ് വടകര റെയിൽവേ സ്റ്റേഷൻ. ഇനി എന്താ സ്ഥിരം പരിപാടി തന്നെ. ടിക്കറ്റ് എടുക്കണം, ട്രെയിനിനെ കാത്തിക്കണം. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. കുഞ്ഞൂസ് ബാഗ് എടുത്ത് സെറ്റായി ട്രെയിന് വന്നാൽ ചാടിക്കേരി ഇരിക്കാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നാലേ ഞങ്ങൾ കോഴിക്കോട് എത്തിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഇത്രയും പേര് നമ്മൾ വന്ന ട്രെയിനിൽ ഇറങ്ങിയതാണ്. അത്രയും തിരക്കായിരുന്നു ഗൈസ്, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് സേഫ്ലി. അതെ, ഒരു യുദ്ധത്തിന് ശേഷം. അതെ, ഒരു അഡാർ യുദ്ധം. ഇങ്ങനത്തെ ഒക്കെ സന്ദർഭങ്ങളിൽ കുറച്ച് കരാട്ടെ കയ്യിലിരിക്കുന്നത് നല്ലതായിരിക്കും, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇനി നമ്മൾ പാളയത്ത് നിന്നും തൊണ്ടയാടേക്ക് പോവാണ്. തൊണ്ടയാടേക്ക് പോയിട്ട് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാനും കുഞ്ഞും സെൻസയും കൂടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു ഓട്ടോ കയറ്റി വിട്ട് സെൻസെ ഇതാ വരുന്നു പറഞ്ഞ് പോയതാണ്. ശരിക്കും സെൻസെ ചായ പിടിക്കാൻ പോയതാട്ടോ. അങ്ങനെ നമ്മൾ സ്പോർട്സ് പ്ലസിലെത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം, കാരണം ഒരുപാട് പേര് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഊഴം എത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അതേപോലെ നമ്മുടെ കൂടെ വരുന്നവർക്ക് ഇവിടെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചെയ്യാം കേട്ടോ. കാരണം ട്രീറ്റ്മെൻറ്റ് ഒരുപാട് സമയം എടുക്കും. സെൻസി ലാപ്പൊക്കെ കെട്ടിപ്പറിക്കാൻ വരിക, എൻ്റെ സെൻസിയുടെ പണിയെടുക്കും, ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അങ്ങനെയാണ് പതിവ്. കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇനി എനിക്ക് വിധിക്കപ്പെട്ട റൂമിലേക്ക് നമുക്ക് ചലിക്കാം. ഇതാണ് എൻ്റെ റൂം. ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. കുഞ്ഞുടെ നേരത്തെ കഴിഞ്ഞു, എൻ്റെ കുറച്ച് ലേറ്റായി. ഇനി നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കെട്ടിപ്പറിക്കി നേരെ വീട്ടിലേക്ക് തിരിക്കാം. ഇനി നമുക്കൊരു ഓട്ടോ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. ഈ ഇലക്ട്രിക് ഓട്ടോ പോകാൻ എത്ര പേർക്ക് ഇഷ്ടമാണ്? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് നല്ല സ്മൂത്തായിട്ട് അങ്ങ് പോവാം അല്ലേ. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. എന്തോ ചെയ്ത പോലെ ഇനിയുണ്ടല്ലോ, ഇവിടെ ചെന്ന് ആടെ ചെന്ന് എന്താക്കണം, വടകര ചെന്ന് എന്താക്കണം, ഫുൾ പ്ലാനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തലേൻ്റെ ഉള്ളിൽ. അതാണ് ഇങ്ങനെ മുഖം ഇങ്ങനെ വെച്ചിട്ട് ഫുൾ പ്ലാനിങ്ങാ. ഞങ്ങളെ പ്ലാൻ എന്താ അറിയോ? റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കേണ്ട ആവേശത്തിൽ എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്.
അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുമെന്ന വിശ്വാസത്തിൽ നമുക്ക് വീഡിയോ തുടരാം. ഒടുവിൽ എല്ലാം സെറ്റായി നിൽക്കുമ്പോഴാണ് ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും പേര് നമ്മുടെ ട്രെയിനിൽ കയറാൻ നിൽക്കുകയാണ്. എങ്കിലും വിഷമമൊന്നുമില്ല കേട്ടോ, കാലത്തെ നിന്നല്ലേ ശീലം. അങ്ങനെ ഒരു നീണ്ട നിൽപ്പിന് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ സെൻസൈനെ കാണുന്നില്ല. നമുക്ക് സെൻസൈ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലില്ലാണ്ട് ഒരു വ്യക്തി നടന്നു പോകുന്നത് നിങ്ങൾ കണ്ടോ? അത് മറ്റാരുമല്ല, നമ്മുടെ സെൻസയാണ് സുഹൃത്തുക്കളെ. ടൈമിംഗ് എന്ന് പറഞ്ഞതാ ഇതാണ് ടൈമിംഗ്. ഈ കാര്യത്തിൽ നിതീഷേട്ടനെ വെല്ലാൻ ആരുമില്ല കേട്ടോ. നമ്മളെത്തലും നിതീഷേട്ടനെത്തലും കാറ് കയറലും വണ്ടി എടുക്കലും ഒക്കെ പെട്ടെന്നായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സഞ്ചാരം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.